സാരിത്തുമ്പ് കൊണ്ട് തലമറച്ച് വേദികളിൽ നിറഞ്ഞു നിന്നിരുന്ന എഴുത്തുകാരി വി.പി. സുഹ്റ പെട്ടെന്നൊരു ദിവസം പ്രകോപിതയായിക്കൊണ്ട് തട്ടമിടാത്തവർ അഴിഞ്ഞാട്ടക്കരികളാണെങ്കിൽ ഇനി മുതൽ താനും തട്ടമിടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുന്നു. അത് കോഴിക്കോട് നല്ലളം ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് അത്തരത്തിലൊരു പ്രതീകാത്മകമായ പ്രതിഷേധം നടത്തിക്കൊണ്ട് അവർ ഇറങ്ങിപ്പോകുന്നു. വലിയ രീതിയിലുള്ള വിവാദമായിരുന്നു ആ സംഭവം. സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ സുഹ്റയ്ക്കെതിരെ കടുത്ത വിമർശനങ്ങൾ വന്നു. അവരെ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് നയിച്ചത് സമസ്തയുടെ നേതാവായ ഉമർ ഫൈസി മുക്കത്തിന്റെ ഒരു പരാമർശമാണ്. തട്ടമിടാത്ത സ്ത്രീകൾ അഴിഞ്ഞാട്ടക്കാരികളാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആ പരാമർശം. ആ പരാമർശത്തിൽ പ്രകോപിതയായിക്കൊണ്ടായിരുന്നു വി.പി. സുഹ്റയുടെ ആ പ്രതികരണം. ഈ സംഭവം വലിയ കോളിളക്കം തന്നെ സൃഷ്ടിച്ചു. ഉമർ ഫൈസിക്കെതിരെയും അതുപോലെ തന്നെ സുഹ്റയ്ക്കെതിരെയും കടുത്ത വിമർശനങ്ങൾ വന്നു. ചിലർ സുഹ്റയെ അനുകൂലിച്ചും ചിലർ ഉമർ ഫൈസിയെ അനുകൂലിച്ചും രംഗത്തെത്തി. പ്രതികൂലിക്കുന്നവർ വേറെ. പിന്നീട് സുഹ്റ സ്ത്രീവിരുദ്ധ നിലപാടാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉമർ ഫൈസിക്കെതിരെ പരാതി നൽകി. അന്ന് ഉമർ ഫൈസിയെ പോലീസുകാർ വിളിച്ച് ചോദ്യം ചെയ്തതും അന്വേഷിച്ചതുമെല്ലാമാണ്. പക്ഷേ ആ പരാതിയിന്മേൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ഉമർ ഫൈസി ഇപ്പോൾ ഇതിനോട് പ്രതികരിക്കുന്നത് താൻ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല എന്നാണ്. മാത്രമല്ല മുസ്ലിം സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ താൻ ഒരു പ്രസ്താവനയും പറഞ്ഞിട്ടില്ല, അത്തരത്തിൽ അപമാനിക്കുന്നതിന് താൻ എതിരാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ പോലീസ് കേസെടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുഹ്റ പ്രതികരിക്കുന്നത് ഇത് വലിയ നേട്ടം തന്നെയാണ്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനകരമായ നേട്ടം തന്നെയാണ് എന്നുള്ളതാണ് സുഹ്റയുടെ വാദം. മാത്രമല്ല മറ്റാരും തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന പറയാൻ ഇനി മുതിരരുത് എന്നുള്ളൊരു താക്കീത് കൂടി സുഹ്റയുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. മാത്രമല്ല SYS സംഘടനയും പോലീസിന്റെ ഈ നീക്കത്തിനെതിരെ പോലീസ് കേസെടുത്തതുമായി ബന്ധപ്പെട്ട് അവർക്ക് എതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതാണ് നിലവിലെ സാഹചര്യം. സംഭവവുമായി ബന്ധപ്പെട്ട് സുഹ്റയ്ക്കെതിരെ അന്നും ഇന്നും കനത്ത വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അവർ മതവിശ്വാസത്തിന് മങ്ങലേൽപ്പിച്ചു എന്നും വിള്ളലേൽപ്പിച്ചു എന്നും ആരോപിക്കുന്നവരുമുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളും നവമാധ്യമങ്ങളും എല്ലാം തന്നെ അരങ്ങേറുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾക്ക് രൂക്ഷ സ്വഭാവവും ഉണ്ടായിരുന്നു. പക്ഷേ സുഹ്റയെ സംബന്ധിച്ചിടത്തോളം 1970-കൾ മുതൽ ഇന്ന് ഇതാ ഈ 4 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും അവർ ഇന്നും അവകാശ പോരാട്ടങ്ങൾക്കായി തെരുവിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭരണകൂടമായാലും മതമായാലും ഒറ്റപ്പെടുത്തുന്ന അഥവാ തള്ളിക്കളയുന്ന സ്ത്രീകളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി അവർ ഇപ്പോഴും പടപൊരുതുന്നുണ്ട്. മാത്രമല്ല സുഹ്റയുടെ വാക്കുകൾ പരിശോധിച്ചാൽ അവർ പറയുന്നത് തട്ടം എന്ന് പറയുന്നത് അവർക്ക് തീർത്തും വൈകാരികമാണ് എന്നാണ്. അതായത് അവർ ജനിച്ചു വളർന്ന മതത്തിന്റെ വിശ്വാസമായിരുന്നു ആ തട്ടം എന്ന് പറയുന്നത്. മാത്രമല്ല അവരുടെ അമ്മയുമായും അവർ അതിനെ പറയുന്നുണ്ട്. കാരണം താൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അമ്മ എപ്പോഴും തലയിൽ തട്ടമിടൂ എന്ന് പറയുന്നുണ്ട് എന്നും അത്തരത്തിലുള്ള ഓർമ്മകളിലേക്കെല്ലാം അവർ പോകുന്നതും അതുകൊണ്ട് തന്നെ തട്ടം എന്ന് പറയുന്നത് താൻ ഒരിക്കലും നിഷേധിക്കുന്നില്ല. തട്ടത്തിനെയല്ല താൻ വിമർശിക്കുന്നത്, അതൊരു രാഷ്ട്രീയമാണ്. അതായത് തട്ടമിടാൻ പറയൂ എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്, മാത്രമല്ല അതൊരു മനുഷ്യാവകാശ പ്രശ്നം കൂടിയാണ് എന്നാണ് അവർ ഓർമ്മിപ്പിക്കുന്നത്. സുഹ്റയുടെ വാക്കുകൾ പരിശോധിച്ചാൽ വ്യക്തമാണ് സുഹ്റ യാതൊരു കാരണവശാലും മതത്തെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ആ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അല്ലെങ്കിൽ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നിടത്ത് മാത്രമാണ് സുഹ്റ ശബ്ദമുയർത്തുന്നത് എന്ന്. പക്ഷെ അതേസമയം തന്നെ ഉമർ ഫൈസി ഇപ്പോൾ ആരോപിക്കുന്നത് താൻ അത്തരത്തിലുള്ള യാതൊരു പരാമർശവും നടത്തിയിട്ടില്ല എന്നാണ്. മാത്രമല്ല സ്ത്രീകളെ, പ്രത്യേകിച്ചും മുസ്ലിം വിഭാഗത്തിലുള്ള സ്ത്രീകളെ താൻ അധിക്ഷേപിക്കാൻ തയ്യാറല്ല, അതിന് താൻ എതിരാണെന്നും ഉമർ ഫൈസി പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഈ സംഭവം നടന്ന ശേഷം ഉമർ ഫൈസിയുടെ വാക്കുകൾ പരിശോധിച്ചാൽ അദ്ദേഹം പറയുന്നത് തട്ടമിടാത്ത സ്ത്രീകൾ അഴിഞ്ഞാട്ടക്കാരികളാണ് എന്ന് തന്നെയാണ്. വി.പി. സുഹ്റ ഏറ്റവും കൂടുതൽ കലഹിച്ചിട്ടുള്ളത് മതപുരോഹിതന്മാരുമായാണ്, അവരുടെ ചില നയങ്ങളുമായാണ്. അതായത് സുഹ്റ തന്നെ പറയുന്നുണ്ട് താൻ ഒരിക്കലും ഇസ്ലാമിനെതിരല്ല, വിശ്വാസത്തിന് എതിരല്ല എന്ന്. താൻ എപ്പോഴും മതപുരോഹിതന്മാർക്കാണ് എതിര്, അവർ വളച്ചൊടിക്കുന്ന വാക്കുകൾക്കാണ് എതിര് എന്നാണ് സുഹ്റ പറയുന്നത്. മാത്രമല്ല അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി താൻ ഇനിയും നിയമയുദ്ധം നടത്തുമെന്നും സുഹ്റ പറയുന്നുണ്ട്. നോക്കൂ, വിശ്വാസം എന്നത് അവകാശമാണ്. അത് ആരായാലും ഏതു തരം വിശ്വാസമായാലും അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ ഒരു വിശ്വാസത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു വിശ്വാസത്തെ തള്ളിപ്പറയുന്നതോ അവഗണിക്കുന്നതോ ശരിയല്ല. ഇനി വിശ്വാസിക്ക് വിശ്വസിക്കാനും അവിശ്വസിക്ക് വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് വിശ്വാസത്തെയോ അവിശ്വാസത്തെയോ വേദനിപ്പിച്ചുകൊണ്ടാകരുത് യാതൊരു തരത്തിലുള്ള പരാമർശവും. പ്രത്യേകിച്ചും ഇത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കാലമാണ്. കുട്ടികൾ പോലും മുഖത്ത് നോക്കി പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്ന് പറയാൻ പ്രാപ്തിയുള്ള കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരായാലും സംസാരിക്കുന്ന സമയത്ത് വ്യക്തമായി
നോക്കിക്കൊണ്ട് അളന്നു മുറിച്ചുകൊണ്ട് കൃത്യമായി തന്നെ സംസാരിക്കേണ്ടതുണ്ട്. ഭാഷാശുദ്ധിയുടെയും ആവശ്യമുണ്ട്. മാത്രമല്ല, സംസാരിക്കുന്ന സമയത്ത് ജനാധിപത്യ ബോധത്തോടുകൂടി സംസാരിക്കേണ്ടതും അനിവാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഉമർ ഫൈസി ആണെങ്കിലും ഏതൊരു മതപുരോഹിതനാണെങ്കിലും ഇനി ഏതൊരു എത്തീസ്റ്റ് ആണെങ്കിലും പറയുന്ന കാര്യം പരസ്പര ബഹുമാനത്തോടു കൂടി തന്നെ പറയാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് ഇനിയും നീങ്ങേണ്ടി വരും.